ഹായ്, നമസ്കാരം. 2024 അവസാനമായപ്പോഴേക്കും നിരവധി നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു വന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ. ഈ പോസ്റ്റിന് വേണ്ടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് ഇനി ഉണ്ടാവുകയില്ല. കാരണം LDCക്ക് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തോ അതേ രീതിയിൽ തന്നെയാണ് ഈ എക്സാമിനെയും നിങ്ങൾ നേരിടേണ്ടത്. സിലബസ് സെയിം ആണ്, കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമാണ് നമുക്ക് അഡീഷണൽ വരിക. എന്നാണ് ബാച്ച് തുടങ്ങാന്നായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട സംശയം. അതിനുള്ള ഉത്തരവുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ബാച്ച് തുടങ്ങുന്നത് എന്താണ് സാറേ? അപ്പൊ നമ്മൾ ബാച്ചാണ് ആരംഭിക്കുന്നത്. നമ്മൾ ഈ ജനുവരി മാസം 15-ാം തീയതി മുതൽ നമ്മൾ എന്ത് ചെയ്യണം, ബാച്ച് ഓൺലൈൻ നമ്മൾ ബാച്ചുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു സംശയം നോക്കാം. ഇനി ആരൊക്കെയായിരിക്കും നമ്മൾ ഇതിന്റെ ടീച്ചേഴ്സ് ആരൊക്കെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, അവരെ നമുക്ക് നോക്കാം അല്ലെ. ഹിസ്റ്ററി കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തം മൻസൂർ സാർ ഇവിടെ ഉണ്ട്. കൂടെ മൻസൂർ സാറിന്റെ കൂടെ അനന്തു സാർ ആയിരിക്കും ഹിസ്റ്ററി നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് എത്തുക. രണ്ടാമത് മാത്സ് ആൻഡ് മെന്റബിലിറ്റി നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ജെറിൻ സാറും ഇസ്മായിൽ സാറുമാണ് കൂടെ ഉണ്ടാവുക. പിന്നെ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് നമുക്ക് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് നമുക്ക് ഫാനിസ് സാർ ഉണ്ടായിരിക്കും, സുമി മിസ്, അതോടൊപ്പം നമുക്ക് നിസാം സാറും കൂടി എന്ത് ചെയ്യും ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന നമുക്ക് മലയാളമാണ്. മലയാളം സജീവ് മിസും വിഷ്ണു സാറായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, മലയാളം കൈകാര്യം ചെയ്യുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സ് എടുക്കാനായി, കറണ്ട് അഫയേഴ്സ് മാത്രമല്ല സുഹൃത്തുക്കളെ, എന്തൊക്കെയാണുള്ളത് വായിച്ചു നോക്കൂ. വായിച്ചാൽ തീരാത്ത അത്രയും സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യാൻ പ്രമോദ് സാർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കൂടെ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കാനായിട്ട് പ്രദീപ് സാറും ഉണ്ട് സുഹൃത്തുക്കളെ. പിന്നെ വരുന്നത് നമുക്ക് ജോഗ്രഫിയാണ് അല്ലെ. ജോഗ്രഫിയോടൊപ്പം നമുക്ക് IT ബേസിക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പഠിപ്പിക്കാനായിട്ട് എബിൻ സാറും, ഒപ്പം ജോഗ്രഫി കൈകാര്യം ചെയ്യാനായിട്ട് സൂരജ് സാറും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് സാറ് നമുക്ക് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സരസ്വതി എക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്നു. പിന്നെ സാറേ കോൺസ്റ്റിറ്റ്യൂഷൻ കൈകാര്യം ചെയ്യാനായിട്ട് ആനന്ദ് സാർ എത്തുന്നു. ആനന്ദ് സാറിന്റെ കൂടെ ആര്യമിസും കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ പഠിപ്പിക്കാനായി നിങ്ങളുടെ കൂടെ ഉണ്ട്. അടുത്ത് വരുന്നത് നമുക്ക് സയൻസ് മേഖലയാണ്. സയൻസിൽ നമുക്ക് ലൈഫ് സയൻസ് നമ്മുടെ സ്വാതി മിസ്, ഫിസിക്സിൽ നമുക്ക് രണ്ടുപേരാണ്, വിദ്യാഭ്യാസം സെബിസാർ നമുക്ക് ഫിസിക്സ് എടുക്കുന്നു. ശേഷം കെമിസ്ട്രി ആണ്. കെമിസ്ട്രി നിങ്ങളുടെ കൂടെ ഈ യാത്രയിൽ ദീപിക മിസ് ഉണ്ട്, ശരത് സാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും സുഹൃത്തുക്കളെ. ഇനി എന്തൊക്കെയായിരിക്കും സാറേ നമുക്ക് അവർക്ക് നമ്മളെല്ലാ ബാച്ചിന്റെയും ഈ ഇൻട്രോ വീഡിയോയിലും എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് വീണ്ടും 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 പറഞ്ഞ് എന്തിനാ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കേണ്ടത്. ഈ അധ്യാപകർ, നിങ്ങൾ കാണിച്ച അധ്യാപകര് ഓൾമോസ്റ്റ് എല്ലാവരും നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അപ്പൊ ക്ലാസ്സിന്റെ നിലവാരമൊക്കെ വീണ്ടും ഞങ്ങൾ പറയേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പൊ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ ക്ലാസ്സിന് ശേഷം അതിന്റെ PDF എന്താണോ ആ PDF നിങ്ങൾക്ക് അപ്പൊ തന്നെ ഡൗൺലോഡബിൾ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഒരാഴ്ച നമ്മൾ അസൈൻമെന്റ് ഇപ്പോഴും നമ്മൾ ആ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ ഇപ്പൊ ഒരു പാഠ പോർഷൻസ് കുറച്ച് കവർ ചെയ്യുമ്പോഴത്തേനും അതുമായിട്ട് ബന്ധപ്പെട്ട റിവിഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കുറച്ചുകൂടെ അങ്ങ് പോകുമ്പോഴത്തേനും നിങ്ങളൊരു മോഡൽ എക്സാം എഴുതാനുള്ള ഇതിലേക്ക് ആകുമ്പോഴത്തേനും മോഡൽ എക്സാംസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എന്തായാലും നമ്മുടെ ഭാഗത്തുള്ള സപ്പോർട്ട് ഉണ്ടാവും. കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. നിങ്ങൾ പഠനം ആരംഭിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഫീസ് എത്രയാ, നമ്മൾ ബാച്ച് തുടങ്ങുന്നൊക്കെ പറഞ്ഞു. ഫീസിന്റെ കാര്യം കൂടെ ഫീസ് വരുന്നത് വെറും 1999 രൂപ മാത്രമാണ് നമുക്ക് ഈ ഒരു കോഴ്സിന് ഫീ വരുന്നത് അല്ലെ. അപ്പൊ പലർക്കും ഒരു സംശയം കൂടിയുണ്ട്, ഇത് പ്രിലിംസ് ഉണ്ടാവോ, പ്രിലിംസും മെയിൻസും ഒരുമിച്ചാണോ ബാച്ച്? അങ്ങനെയൊക്കെ പ്രിലിംസ് ഉണ്ടാവുകയില്ല. ASMന് മെയിൻസ് ഒരൊറ്റ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന്റെ സിലബസ് ഇതുവരെ ഔട്ട് ആയിട്ടുള്ള സിലബസ് വരുമ്പോഴത്തേനും LDയുടെ സിലബസുമായിട്ട് ഏകദേശം LDയുടെ സിലബസ് തന്നെ ഒരു 80 മാർക്കിനായിരിക്കും, 80-100 മാർക്കിന് വരും. ബാക്കി കുറച്ചു ഭാഗം പൊതുവിതരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട സപ്ലൈക്കുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇതെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ഈ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. ഒരു വർഷം വരെ വാലിഡിറ്റി, അല്ലെങ്കിൽ എന്താണ് നമുക്ക് എക്സാം ഉള്ളത്, ആ എക്സാമിന്റെ എന്ന് പറയുന്ന വാലിഡിറ്റി, അങ്ങനെയാണ് നമ്മൾ വാലിഡിറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫീസ് എത്രയാണ് വരുന്നത്? ബാച്ച് തുടങ്ങുന്ന ദിവസം നമ്മൾ ആദ്യമേ പറഞ്ഞു 15-ാം തീയതിയാണ്. ഇനി താമസിക്കുന്നത് വേണ്ട, നമുക്കപ്പോ എന്ത് ചെയ്യാം, ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.